ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മനപ്പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് പൂക്കൾ നിരത്തി വെക്കുന്ന കാണുമ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് ഭയങ്കര ദേഷ്യമാവും കേട്ടോ. മാത്രമല്ല ദേവുനങ്ങടം കാണുമ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇവിടെ എന്ന് ചോദിക്കുന്ന സമയത്ത് അവൾ പൂക്കൾ കെട്ടാൻ വന്നാണെന്ന് രേവതി മറുപടി പറയുന്നുണ്ട്. ഇതെന്താ വല്ല പൂക്കടയാണോ, നിങ്ങൾ എന്തിനാ ഇവിടെ ഇരുന്ന് പൂ കിട്ടുന്നതെന്നൊക്കെ ചന്ദ്ര ദേഷ്യത്തോട് കൂടി ചോദിക്കുന്ന സമയത്താണ് രവി അങ്ങോട്ടേക്ക് വരുന്നത്. രവി വന്ന ഉടനെ തന്നെ നിങ്ങളെന്ത് എവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത്, അല്ല അച്ഛൻ ഞങ്ങളിവിടെ ടപ്പ വിരിച്ചിട്ട് ഇവിടെ പൂക്കൾ കെട്ടാനായിട്ട് ഇരിക്കുകയായിരുന്നു എന്ന് പറയുകയാണ്. ഈ ഒരു സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട്, ഇവിടെ ഇരുന്ന് പൂക്കൾ കെട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും നടക്കണ്ടേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. വേഗം തന്നെ രവി പറയുകയാണ്, അവൾ പറഞ്ഞ നേരാണ്, ഇവിടെ നിന്ന് പൂക്കൾ കെട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും നടക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുന്ന സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട്, അങ്ങനെ പറഞ്ഞു കൊടുക്കുക രവിയേട്ടാ, ഇവരോട് കാര്യം പറഞ്ഞാൽ മനസ്സിലാവുകയില്ല എന്നൊക്കെ ഇങ്ങനെ രവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ രേവതിയുടെ മുഖം മാറുകയാണ്. ഇത് കാണുന്ന സമയത്ത് രവി പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാ എവിടെ ഇരിക്കുക, നിങ്ങൾ ഹാളിൽ വന്നിരിക്കുക, വല്ലതും മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് വഴിക്ക് പൂക്കളൊക്കെ എടുത്തുകൊണ്ട് പോകുമെന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് ഒരു അടി കിട്ടുകയാണ്. ചന്ദ്ര പറയുന്നുണ്ട്, ഇതൊന്നും നടക്കില്ല എന്ന് പറയുമ്പോഴത്തേക്ക്, എന്തുകൊണ്ട് നടക്കില്ല, അകത്തിരുന്ന് പൂക്കൾ കെട്ടാണെന്ന് നീ മൈൻഡ് ചെയ്യേണ്ട, അവൾ അങ്ങനെയൊക്കെ ഇരുന്ന് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എല്ലാവരും പൂക്കൾ എടുത്തുകൊണ്ട് അകത്തേക്ക് വാങ്ങുന്നു പറഞ്ഞുകൊണ്ട് എല്ലാവരും കുട്ടികളുടെ അകത്തേക്ക് പോവാണ് കേട്ടോ. ഇതിനിടയിൽ നമ്മുടെ ചന്ദ്ര തടയാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും രവിയുടെ വാക്കുകൾ കേട്ട് ചന്ദ്ര മിണ്ടാതിരിക്കുകയാണ്. എല്ലാവരും കയറിപ്പോൾ ഉടനെ തന്നെ രവിയോടായിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഞാൻ പറഞ്ഞ കേൾക്കില്ലാലേ എന്ന് ചോദിക്കുന്ന സമയത്ത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നീ പറയുന്നത് കേൾക്കേണ്ട കാര്യം എനിക്കില്ലല്ലോ ചന്ദ്ര എന്ന് പറഞ്ഞിട്ടാണ് രവി അകത്തേക്ക് കയറി ചെല്ലുന്നത്. അകത്തേക്ക് കയറി ചെന്ന ഉടനെ തന്നെ ചേച്ചിമാരും രേവതി എല്ലാവരും കൂടി ഹാളിലിരിക്കുന്ന കസരയും മറ്റും അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് നീക്കുകയാണ്. ഈ സമയത്താണ് സുധി അങ്ങോട്ടേക്ക് വരുന്നത്. വന്ന ഉടനെ തന്നെ ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട്, ഇതന്നെ അമ്മ, ഇതൊരു പൂക്കടയാക്കാനാണോ, അമ്മയ്ക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല അച്ഛനോട് എന്ന് ചോദിക്കുന്ന സമയത്ത്, ഞാൻ അച്ഛനോട് പറഞ്ഞില്ല, പക്ഷെ അച്ഛൻ പറഞ്ഞിട്ടാണ് ഇവർ അകത്തേക്ക് കയറി വന്നതെന്ന് ചന്ദ്ര പറയുന്നുണ്ട്. പിന്നീട് എല്ലാവരും കൂടെ കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മേശയൊക്കെ മാറ്റുന്ന സമയത്ത് രവി വേഗം സുധിനെ വിളിക്കേണ്ട, എന്നിട്ട് പറയുന്നത് ഇവരെ സഹായിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും, എനിക്ക് വേറെ പണിയുണ്ടെന്ന് സുധി പറയുന്ന സമയത്ത്, നിനക്ക് വേറെ ഒരു പണിയില്ല, നീ എന്തായാലും ഒരു കാര്യം ചെയ്തൊക്കെ ഈ കസര എടുത്ത് നീക്കാൻ പറയുമ്പോഴത്തേക്ക് ഒരു കസര എടുത്ത് സുധി അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ഉന്തിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇത് കാണുന്ന സമയത്ത് രവി പറയുന്നത്, നീ എന്ത് കാര്യത്തിനാണ് പഠിച്ചത്, നീ പഠിച്ചവൻ തന്നെയാണ്, ഈ ഒരു കസര നീക്കാൻ പോലുള്ള ആരോഗ്യം നിനക്കില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ടാണ് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. സച്ചിയുടെ കയ്യിൽ ഒരു കൊട്ട നിറച്ച് പൂക്കളുണ്ട് കേട്ടോ. ആ പൂക്കൾ കൊണ്ടേ കമത്തുന്ന നേരത്ത് സുധിയുടെ വന്നിട്ട് ചന്ദ്ര ചോദിക്കും, ഇതെന്താ ഇത്രയും പൂക്കൾ, എന്തൊരു വലിയ ഓർഡറാണ് കിട്ടിയതെന്ന് തോന്നുന്നു എന്ന് നമ്മുടെ സുധിയും മറുപടി പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് സച്ചി പറയുകയാണ്, 500 പൂമാലക്കുള്ള ഓർഡറാണ്, എല്ലാം വേഗം അത് നാളെ തന്നെ കെട്ടിക്കൊടുക്കണമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ സുധി വാ പൊളിച്ചിരിക്കുകയാണ്. എന്ന് പറയുന്ന, അമ്മ 500 പൂമാലക്കുള്ള ഓർഡറാണ്, 500 പൂമാല എന്ന് പറഞ്ഞ് ഏകദേശം 2 ലക്ഷം രൂപയുടെ അടുത്ത് വരുമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചന്ദ്രയും അതേപോലെ തന്നെ വായും പൊളിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ രേവതി സച്ചിനൊക്കെ ആയിട്ട് ഒരു 300 രൂപ കൊടുക്കാണ്ട്. ഇത് കാണുമ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, ഇതെന്താ 300 രൂപ, 250 രൂപയല്ലേ ഓട്ടായോളൂ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അത് സാരമില്ല, നിങ്ങൾ ടിപ്പായിട്ട് ഇത് കൈ പിടിച്ചോ, എന്തായാലും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നല്ലേ എന്ന് രേവതി പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ സച്ചി രവിയോടായിട്ട് പറയുകയാണ്, അച്ഛാ അതേ കണ്ടില്ലേ, എനിക്ക് 50 രൂപ ടിപ്പ് തന്നു എന്ന് പറയുമ്പോഴത്തേക്കും, കണ്ടു രേവതി മോള് തന്നല്ലേ, നീ ഇത് മേടിച്ചോളാനായിട്ട് രവി പറയുകയാണ്. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് സുധിക്കും ചന്ദ്രയ്ക്കൊന്നും തീരെ പിടിക്കുന്നില്ല കേട്ടോ. കാരണം നമ്മുടെ രേവതിയുടെ ഓരോ ഉയർച്ചയും ഇവർക്ക് കിട്ടുന്ന ഓരോ തിരിച്ചടികളാണല്ലേ. പിന്നീട് ഇവർ പൂക്കളെ കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചന്ദ്ര ഇവരെ നിരുത്സാഹപ്പെടുത്തുന്ന പോലെയൊക്കെ സംസാരിക്കണം. അതായത്, നീ എന്താ വലിയ റെക്കോർഡ് കരസ്ഥമാക്കാൻ വേണ്ടി നോക്കുകയാണ്, നാളത്തോണ്ട് പൂക്കളൊന്നും കെട്ടിക്കഴിയുകയില്ല എന്നൊക്കെ പറയുന്ന സമയത്ത്, എൻ്റെ ചന്ദ്ര നിനക്കൊന്ന് വായടച്ച് മിണ്ടായിരിക്കാമോ, നീ ഒരു കാര്യം ചെയ്യുക, എല്ലാവർക്കുമായിട്ട് ചായ എടുത്തോണ്ട് വരാൻ പറയാം. ഇത് കേൾക്കുമ്പോഴത്തേക്കും, ഞാനോ ഇവക്ക് ചായ ആയിട്ട് വരാനോ എന്ന് ചന്ദ്ര ചോദിക്കുകയാണ്. അതെന്താ, രേവതിക്ക് ചായ ആയിട്ട് വന്നു കഴിഞ്ഞാൽ രേവതിക്ക് മാത്രമല്ല എല്ലാവർക്കും ചായ വേണം, ആ കൂട്ടത്തിൽ എനിക്കും ചായ വേണമെന്ന് രവി തറപ്പിച്ച് പറയട്ടെ. രവി പറഞ്ഞത് അനുസരിക്കായിരിക്കും ചന്ദ്രയ്ക്ക് ആവില്ലല്ലോ. ചന്ദ്ര എല്ലാവർക്കുമായിട്ടുള്ള ചായ എടുക്കേണ്ട അടുക്കളയിലേക്ക് പോവാണ്. അടുക്കളയിലേക്ക് പോകുന്ന സമയത്ത് രേവതിനെ രൂക്ഷമായി നോക്കിയിട്ടാണ് പോകുന്നത്. ഈ ഒരു സമയത്ത് ദേവ് പറയുകയാണ്, അങ്കിളെ ഞങ്ങൾ പൂക്കൾ കിട്ടുന്ന വീഡിയോ അങ്കിളെ ഒന്ന് പിടിച്ചു തരാമോ എന്ന് ചോദിക്കുന്ന സമയത്ത്, എന്തിനാ ദേവ് ഇതൊക്കെയെന്ന് നമ്മുടെ രേവതി ചോദിക്കുന്നുണ്ട്. അതല്ല ചേച്ചി, നമുക്കിതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇടുകയാണെങ്കിൽ വർക്കുകൾ ഇഷ്ടം പോലെ വരുമെന്ന് ദേവ് പറയുന്ന സമയത്ത്, അത് ശരിയാണ്, മോള് പഠിച്ചവളായതുകൊണ്ട് മോൾക്ക് അതിനുള്ള വിവരമുണ്ട്, ഇതെല്ലാം തന്നെ ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും തന്നെ ഷെയർ ചെയ്യാം, മാത്രമല്ല നിങ്ങളുടെയൊക്കെ ഫേസ്ബുക്ക് വാട്സപ്പൊക്കെ ഉണ്ടല്ലോ, അതിലൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മുടെ രവി പറയുന്നുണ്ട്. അപ്പോൾ ദേവ് ഇതുപോലെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നേരത്താണ് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത്. രേവതി പൂമാല കിട്ടുന്നതും അതുപോലെ തന്നെ വലിയൊരു ഓർഡറാണ് കിട്ടിയിരിക്കുന്നതെന്നൊക്കെ അറിയുമ്പോഴത്തേക്ക് ശ്രുതിക്ക് തീരെ പിടിക്കുന്നില്ല. ശ്രുതി വേഗം തന്നെ റൂമിലേക്ക് ചെല്ലുന്ന സമയത്ത് ശ്രുതി അവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. വേഗം തന്നെ ശ്രുതി വന്നിട്ട് പറയുന്നുണ്ട്, ഇത് കണ്ടില്ല, അവിടെ ഭയങ്കര ബിസിനസ് പ്ലാനിങ് ആണ് നടത്തുന്നത്, സോഷ്യൽ മീഡിയയിലൂടെ വീഡിയോ പകർത്തിയിട്ടിട്ട് ബിസിനസ് പിടിക്കാനൊക്കെ തുടങ്ങുകയാണെന്ന് ശ്രുതി പറയുന്ന സമയത്ത്, അവൾ പഠിച്ച പെൺകുട്ടിയല്ലേ,
അവൾക്ക് ബിസിനസ് ചെയ്യേണ്ട രീതിയൊക്കെ നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അവൾ അങ്ങനെ സംസാരിക്കുന്നത്. ശ്രുതി, നമുക്കൊരു കാര്യം ചെയ്യാം, നിന്റെ ബ്യൂട്ടി പാർലറിൻ്റെ വീഡിയോ ഇതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് നമുക്ക് ബിസിനസ് പിടിക്കാമെന്ന് പറയുമ്പോഴത്തേക്കും അതിന് എൻ്റെ ബ്യൂട്ടി പാർലർ ആയാലല്ലേ എന്ന് ശ്രുതി പറയാം കേട്ടോ. പെട്ടെന്ന് തന്നെ ശ്രുതി ചോദിക്കുന്നത്, നീ എന്താ പറയുന്നത്, നമ്മുടെ അല്ലേ ബ്യൂട്ടി പാർലർ എന്ന് ചോദിക്കുന്ന സമയത്ത് അതല്ല ശ്രുതി, നമ്മുടെ തന്നെയാണ് ബ്യൂട്ടി പാർലറിന്. അപ്പം ഞാനും അതുപോലെ തന്നെ ചെയ്യാനിരിക്കുമായിരുന്നു, എനിക്ക് അങ്ങനെ പ്ലാനിങ് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഒരു കണക്കിന് തടി തപ്പുവാണ് കേട്ടോ. ഇതേ സമയം തന്നെ നമ്മുടെ രേവതിയും ചേച്ചിമാരും കൂടി പൂമാല ഇങ്ങനെ ഓരോന്നോരോന്ന് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ എണ്ണങ്ങളെല്ലാം തന്നെ കൃത്യമായി തന്നെ നോട്ട് ചെയ്ത് വെക്കുകയാണ് രവി. അതിനുശേഷം രവി വീഡിയോ പിടിക്കാൻ തുടങ്ങുന്ന സമയത്ത് തനിക്ക് ഫോട്ടോ എടുത്ത് ക്ലിയർ ആവുന്നില്ല. ദേവു മോളെന്ന് വന്ന് വീഡിയോ പിടിക്കേണ്ട രവി പറയാണ്ട്. ഈ സമയത്ത് ദേവു എഴുന്നേക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും രേവതി പറയുന്നത്, ദേവു ഇപ്പം എന്തായാലും ഇതൊന്നും വേണ്ട, നമുക്ക് നാളത്തേക്ക് പൂക്കൾ കെട്ടിക്കൊടുക്കണമെന്ന് ഈ പൂക്കൾ കെട്ടിയെന്ന് രേവതി പറയാം കേട്ടോ. ഇത് കേൾക്കുമ്പോഴത്തേക്ക് രവി പറയുന്നുണ്ട്, അത് ശരിയാ. വേഗം തന്നെ രവി അവിടെ ഇരിക്കുന്ന സ്തുതിയോടായിട്ട്, എടാ സ്തുതി നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറയുമ്പോഴത്തേക്കും എന്താ അച്ഛ എന്ന് നമ്മുടെ സ്തുതി ചോദിക്കുകയാണ് കേട്ടോ. നീ ഇവര് പൂക്കൾ കെട്ടുന്ന വീഡിയോ ഒന്ന് പിടിച്ചേന്ന് പറയുമ്പോഴത്തേക്കും, ഞാനോ, ഈ ഡിഗ്രിക്കാരനായ ഞാനോ, എനിക്കവിടെ വേറെ ജോലി ഉണ്ടെന്ന് സ്തുതി പറയുമ്പോഴത്തേക്കും, എന്ത് ജോലി നിനക്കുള്ള, ഇപ്പം നിനക്ക് നിലവിൽ ജോലിയൊന്നുമില്ലല്ലോ, കാനഡയിലേക്ക് പോകുന്ന സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, നീ ഇതൊരു ഇവരെ വീഡിയോ പിടിക്കാനായിട്ട് പറയാം കേട്ടോ. അങ്ങനെ സൈ കെട്ടിയിട്ട് നമ്മുടെ സ്തുതി എല്ലാവരുടെയും വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്താണ് ചന്ദ്ര അങ്ങോട്ടേക്ക് ചായയുമായിട്ട് വരുന്നത് കേട്ടോ. ചന്ദ്ര വന്ന ഉടനെ തന്നെ പറയുന്നുണ്ട്, എടി ദേവു എല്ലാവർക്കും ചായ കൊടുക്കുക എന്ന് പറയുകയാണ്. വേഗം തന്നെ രവി ചോദിക്കുകയാണ്, അതെന്താ നിനക്ക് എല്ലാവർക്കും ചായ കൊടുത്താലെന്ന് ചോദിക്കുമ്പോഴത്തേക്കും, ഇവർക്ക് എല്ലാവർക്കും ചായ കൊടുക്കുക എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് ചന്ദ്ര മറുപടി പറയുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ദേവരി പറയുകയാണ്, ദേവു ആ ചായ എടുത്ത് എല്ലാവർക്കും കൊടുക്കാൻ പറയുകയും ദേവു എല്ലാവർക്കും ചായ എടുത്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്താണ് നമ്മുടെ സ്തുതി എല്ലാവരുടെ ഫോട്ടോയും വീഡിയോ ഒക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് എല്ലാവരും ചിരിച്ച് മര്യാദയ്ക്ക് ഒന്നുകൊണ്ട് പോകട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല സൂപ്പറായിട്ട് ക്യാമറമാൻമാർ ചെയ്യുന്ന പോലെ തന്നെ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാഴ്ച നമ്മുടെ സ്തുതിക്കും അതുപോലെ ചന്ദ്രയ്ക്കും തീരെ പിടിക്കുന്നില്ല. ചന്ദ്ര വേഗം തന്നെ സ്തുതിക്കൊരു ഒരു തട്ട് വെച്ച് കൊടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ സ്തുതി, എന്താ എൻ്റെ കൈ വേദനിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക്, നീ എൻ്റെ ക്യാമറമാനാണ് ഇവരുടെ വീഡിയോ ഇങ്ങനെയൊക്കെ പിടിക്കാനായിട്ട് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, അച്ഛൻ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ പിടിച്ചതെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇവർ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. സച്ചി വന്ന ഉടനെ തന്നെ പറയുന്നുണ്ട്, അച്ഛ അടുത്ത പൂമാലയ്ക്ക് ഉള്ളത് അവിടെ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്, ഞാൻ എടുത്തുകൊണ്ട് പറ്റേ എന്നാ മുതലാളിയോട് ചോദിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ രവി വേഗം തന്നെ ചോദിക്കുന്നുണ്ട്, രേവതി മോള് കേട്ടല്ലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക്, അച്ഛൻ ഞാൻ കേട്ടു, ആ പൂക്കളുമായിട്ട് ഇങ്ങ് എടുത്തുകൊണ്ട് വരാൻ പറ അച്ഛാന്ന് നമ്മുടെ രേവതി ഒരു ചെറു പുഞ്ചിരോടുകൂടി തന്നെ രവിയോട് പറയുക കേട്ടോ. ഇതെല്ലാം കേൾക്കുമ്പോഴത്തേ രേവതിൻ്റെ ഒരു പ്രത്യേക തരം നോട്ടം നോക്കുന്നുണ്ട് സച്ചി. മറ്റൊന്നും കൊണ്ടല്ല, ഈ ഒരു കാര്യം തന്നോട് പറയാൻ പാടില്ലേ രേവതിക്ക് എന്നുള്ള രീതിക്കാണ് കേട്ടോ സച്ചി രേവതിയെ നോക്കുന്നത്. ആ ഒരു ഭാഗത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.